അങ്ങനെ നാട്ടിൽ വന്നിട്ട് 1 മന്ത് ആയിട്ടുണ്ട്. 1 മന്ത് ആവാൻ പോകുന്നു. അപ്പോൾ എത്ര പെട്ടെന്നാണ് ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കടന്നു പോകുന്നതല്ലേ, നിന്നിട്ട് കൊതിയൊന്നും തീർന്നില്ല. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട് എൻ്റെ വീട്ടിലാണേ. ഇവിടെ വന്നിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആകാമെന്ന് വിചാരിച്ചേ. എമ്മറു ഇവിടെ എന്താണ് ചെയ്യുന്നത്? ടവലൊക്കെ താഴെ ഇട്ടിട്ട് ഓരോ ഡ്രസ്സായിട്ട് ഓരോ സാധനങ്ങളായിട്ട് വെളിയിൽ പുറത്തെടുത്തിടും. എന്നിട്ട് തിരിച്ച് വീണ്ടും അത് അകത്തെടുത്ത് വെക്കും. എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യും. അല്ലേ എമ്രു? അങ്ങനെയല്ലേ? എമ്രുവിൻ്റെ വേ ഓഫ് പ്ലേയിങ് ആണ്. ഓ വീണ്. അപ്പോൾ ആരും കൺഫ്യൂസ്ഡ് ആവണ്ട, ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ്. അതായത് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ ഫിഷ് മേടിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് പോകുന്നത്. കുറച്ച് ദൂരം നടന്ന് ഹസ്ബൻഡ് പറഞ്ഞു കൊണ്ടുവരാം, ഞാൻ വീട്ടിൻ്റെ അവിടെ ഓട്ടോ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ ഓട്ടോയൊന്നും കണ്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല, നമുക്ക് ആ ജംഗ്ഷനിൽ പോയാൽ തന്നെ ഓട്ടോ കിട്ടും. ഇവിടെ ഇത് ഇരവിപുത്തൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്നാൽ പിന്നെ ഓട്ടോ അവിടെ പോയി പിടിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഓട്ടോ പിടിച്ച് നേരെ എവിടെയാണ് പള്ളിയാടി എന്ന് പറയുന്ന ഒരു മാർക്കറ്റിലാണ് എത്തിയത്. മാർക്കറ്റല്ല, റോഡ് സൈഡിലാണ് ഇവരിങ്ങനെ ഫിഷ് വിൽക്കുന്നത് കേട്ടോ. ഇവിടെ നല്ല വിലയുണ്ട്. സത്യം പറഞ്ഞാൽ എന്താണ് നമ്മൾ കേരള കമ്പയർ ചെയ്യുമ്പം എന്താണ് അവിടെ എനിക്കറിഞ്ഞൂടാ. മീനൊക്കെ ഭയങ്കര ലാഭമായിട്ട് എനിക്ക് തോന്നി. നമ്മൾ മേടിച്ച ചാള 30 ചാള 100 രൂപയ്ക്ക് കിട്ടി. എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഇവിടെയൊക്കെ ആണെങ്കിൽ അങ്ങനെ കിട്ടുമോ? ഇല്ല. അങ്ങനെ ഞാൻ കുറച്ച് മേടിച്ച് ഉമ്മാക്കും കൂടെ നാട്ടിൽ മീൻസ് കേരളത്തിലും കൂടെ കൊണ്ടുവരണം, ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് കുറേ മേടിച്ചായിരുന്നു. അങ്ങനെ മീനും മേടിച്ച് പിന്നെ കീരയും മേടിച്ചിട്ട് വീണ്ടും ആ ഓട്ടോക്കാരൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു, നമ്മൾ പിടിച്ച ഓട്ടോക്കാരൻ. അപ്പോൾ അയാളുടെ കൂടെ തന്നെ തിരിച്ചത് ആ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് പണി ചെയ്യണം. ഇനിയാണല്ലോ മെയിൻ പണി, ലഞ്ച് ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കീരയൊക്കെ ക്ലീനാക്കി കീര കട്ട് ചെയ്ത് വൃത്തിയാക്കി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം റീക്കട വാപ്പ എനിക്ക് തേങ്ങ അങ്ങ് തിരുവി തന്നു. കാരണം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ബേബിയും കൂടെ ഉള്ളത് കാരണം. എന്നിട്ട് ബാക്കിയൊക്കെ ഞാൻ തന്നെയാണ് ബാക്കി ജോലികൾ ചെയ്യുന്നത്. ഫിഷ് ഫ്രൈ പൊരിക്കാത്തതുണ്ട്, വലിച്ചില്ല, വെള്ളം പോയേ. അങ്ങനെ ഞാൻ ലഞ്ച് വെക്കുന്ന ഗ്യാപ്പിൽ നോക്കിയപ്പോൾ എമ്രു കൂടെ ചെയറിൻ്റെ ബാക്കിൽ നിന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ചോറ്, അയലക്കറി, അയല പൊരിച്ചത്, പിന്നെ കീരത്തോരൻ. ഇത്രയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ലഞ്ച്. ഇന്നിപ്പോൾ രാത്രിയാകുമ്പോൾ തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് പോകും. കാരണം ഖത്തറിൽ പോകാനുള്ള ദിവസമായിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത ദിവസം തന്നെ ഇനി നമുക്ക് യാത്രയാണ്. അതായത് ഖത്തറിലോട്ട് തിരിച്ചു പോകണം. ഭയങ്കര വിഷമമുണ്ട് പറയാൻ, എന്നാലും കുഴപ്പമില്ല, പോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇനി ഇവനെ ഞാൻ ഉറക്കാമെന്ന് വിചാരിച്ച് ഇവനെ റൂമിൽ കയറ്റപ്പോൾ ഇവൻ ഭയങ്കര അലുമ്പ്, എൻ്റെ പുറത്ത് കയറിയെന്ന് ഇപ്പോൾ ഭയങ്കര പ്രഹസനമാണ്. ഗൈസ്, എന്ത് പറയാനാണ്, ഭയങ്കര ഉപദ്രവമാണ്. കടിയും പിച്ചലും മാന്തലും എല്ലാം സഹിക്കണം. എന്തൊക്കെ സഹിക്കണമല്ലേ. മുടിയൊക്കെ പിച്ചെടുക്കാൻ പറ്റില്ല, മീൻസ് വലിച്ചെടുത്ത് ഭയങ്കര കടിയാണ് ഗൈസ്. കടിച്ച് റീക്കാട തോളിലൊക്കെ മുറിവ് വരെ പറ്റി. അങ്ങനെ ഇവൻ ഉറങ്ങാത്ത കാരണം പിന്നെ ഇവിടെ റീക്കാട കാക്കയുടെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവരെ കൂടെ പിന്നെ അങ്ങോട്ട് ബഹളമായി കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചു. എപ്പോഴും റീക്ക ലേറ്റ് കമറാണെന്ന് പറയാം. ഭയങ്കര മടിയാണ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും കഴിച്ച് കഴിയുമ്പോഴായിരിക്കും പറഞ്ഞത് ഏറ്റവും അവസാനം. അതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ ഇട്ട് കഴിക്കുന്നുണ്ട്. വിശന്നപ്പോൾ എല്ലാം എടുത്തു വെച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഖത്തറിലോട്ട് പോയാൽ പിന്നെ അധികം ഇങ്ങനെ ഫിഷൊന്നും മേടിക്കില്ല. അതുകൊണ്ട് മാക്സിമം ഫിഷൊക്കെ ഇവിടുന്ന് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീട്, അതായത് നമ്മുടെ വീട്, എൻ്റെയും എമ്രുവിൻ്റെയും റീക്കടയും വീട്, അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു ഹോം ടൂർ കാണിച്ചു തരാം കേട്ടോ. അപ്പം ആദ്യം തന്നെ വീട് കണ്ടല്ലോ അല്ലേ, ഞാൻ കാണിച്ചു തന്നു. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ ഒരു വലിയ ഒരു ഹോളുണ്ട് കേട്ടോ, നല്ല രസമാണ്.
പിന്നെ താഴെ തന്നെ 2 ബെഡ്റൂമുണ്ട്. ഇതൊരു ബെഡ്റൂമാണ്. ഇവിടെ ബാത്റൂം ഇല്ല. ഇപ്പോൾ എമ്രു നല്ല ഉറക്കത്തിലാണ്, ഞാൻ ഉറക്കിയതാണ്. ആളിത് അവിടെ കിടപ്പുണ്ട്. പിന്നെ നമ്മൾ വലിയ രീതിയിലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ കുറച്ച് നാൾ ട്രിവാൻഡ്രത്തായിരിക്കും നിൽക്കുന്ന വരുമ്പോൾ, നാട്ടിലോട്ട് വരുമ്പോഴേ. പിന്നെ കുറച്ച് നാൾ ഇവിടെ ആയിരിക്കും. അങ്ങനെ മാറി മാറി നിൽക്കുകയാണ്. ഇവിടെ ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. നോക്കിയാൽ തന്നെ മനസ്സിലായി, കർട്ടൻ ഇല്ല, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇനി മേടിക്കാണ്ട്. ഇനി അടുത്ത തവണ വരുമ്പോൾ ഇതൊക്കെ ഇനി ഇല്ലാത്ത സാധനങ്ങൾ എപ്പോഴും ഇങ്ങനെ വരുമ്പം നമുക്ക് ആവശ്യമുള്ളത് അങ്ങനെ മേടിക്കുകയാണ് ചെയ്യാറ്. ഇതൊരു റൂമാണ്. ഇവിടെ ഒരു ബാത്റൂമുണ്ട്. 2 റൂമും ചെറിയ റൂമാണ് കേട്ടോ. പിന്നെ ഹോള് വലുതാണ്, അത്യാവശ്യം വലുതാണ്. ഇത് ബാത്റൂമാണ്. അപ്പം ഞാൻ എന്ത് പറഞ്ഞു, അങ്ങനെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ മേടിക്കാറുള്ളത്. ഓക്കെ, അപ്പം ഹോള് കണ്ടല്ലോ, നല്ല വിശാലമായ ഒരു ഹോള്. പിന്നെ അവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്, സെറ്റാക്കിയിട്ടുണ്ട് ടേബിളൊക്കെ, ഡൈനിങ് ടേബിൾ. ഒരു വാഷ് ബേസിൻ വരുന്നുണ്ട്. പിന്നെ നേരെ കയറി വരുമ്പോൾ കിച്ചൺ. ഇതാണ് നമ്മുടെ കിച്ചൺ, അതായത് എൻ്റെ കിച്ചൺ. ഓക്കെ, പിന്നെ ബാക്കിലൊരു വർക്ക് ഏരിയ ഉണ്ട്. പിന്നെ ഇതെന്താണ്, ഒരു റോ ആയിട്ടുള്ള ഒരു ഹോം ടൂർ ആണെന്ന് പറയാം. ഞാൻ അങ്ങനെ പെട്ടെന്ന് എടുത്തതാണ്, അങ്ങനെ വലുതായിട്ട് നീറ്റാക്കി ക്ലീൻ ചെയ്ത് അങ്ങനെ എടുക്കുന്നതൊന്നുമല്ല. പിന്നെ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ പുറകിലിങ്ങനെ ഡോറ് തുറക്കുമ്പം പുറകിൽ വഴിയുണ്ട്, അതൊന്നും ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് മുകളിലോട്ട് പോകാം. സ്റ്റെപ്പ് ഇത് നല്ല തടി വെച്ച് ഉണ്ടാക്കിയ ഒരു സ്റ്റെപ്പാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ സ്ലിപ്പായി വീഴൊന്നുമില്ല. ഓക്കെ, അത് സേഫാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. നമുക്ക് ഏജ്ഡ് ആയിട്ടുള്ളവർക്കും ധൈര്യമായിട്ട് കയറി വരാം. പിന്നെ ഇതാ കയറി വരുമ്പോൾ ഇവിടെയും ചെറിയൊരു ഇങ്ങനെ ഹോൾ പോലെ ഉണ്ട്. പിന്നെ ഒരു വാഷ് ബേസിൻ. പിന്നെ ഇതാ കയറി പോകുമ്പോഴത്തേക്കും ഒരു റൂമുണ്ട്. ഇതൊരു ചെറിയ റൂമാണ്. ഇതിൽ ബാത്റൂമുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ അടച്ചു പൂട്ടി നേരെ ട്രിവാൻഡ്രത്ത് പോകണോണ്ട് പിന്നെ ഖത്തറിൽ പോവല്ലേ, അതുകൊണ്ട് എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് പോകുന്നത്. റീക്കാണ് എന്താ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇട്ടേക്കാണ് ഈ ടോയ്ലറ്റും. പിന്നെ തൊട്ടടുത്തായിട്ട് വീണ്ടും ഒരു ഡോറ് വരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുക റൂമാണെന്ന്, റൂമല്ല. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലം. പക്ഷേ ഞാൻ ഇവിടെ അധികം പോവാറില്ല. ഇതാണ് എൻ്റെ ഗ്ലാസ് ഹൗസ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ പോകാൻ പറ്റില്ല. നല്ല എന്താണ് അടിപൊളി വെയിൽ കാരണം ചൂടടിച്ച് കിടക്കുകയാണ്. നമുക്ക് AC വെക്കണം. പിന്നെ ഒരുപാട് സെറ്റ് ചെയ്യാനുണ്ട് ഇതിൻ്റെ അകം. നമുക്ക് സെറ്റ് ചെയ്താൽ നല്ല രസമാണ്. അപ്പോൾ ആ ഒരു ഗ്ലാസ് ഹൗസ് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ആരെങ്കിലും അറിയാമെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം കേട്ടോ. ഇവിടെയാണ് നമ്മൾ കിടക്കുന്നത്. ഇത് നമ്മുടെ റൂം. എപ്പോൾ ഞാൻ കയറി വന്നാലും എന്താണ് ബാത്റൂം എടുക്കണമെന്ന് വിചാരിക്കും, മറന്നു. അവിടെ ഒരു ബാത്റൂം ഉണ്ട്, ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇവിടെ നിന്ന് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ഡോറുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് നേരെ ടെറസിൽ പോകാം. അടിപൊളി വ്യൂ ആണ്, ഞാൻ കാണിച്ചു തരാം നമുക്ക് മുകളിൽ കയറിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ മറക്കണ്ട, ഗ്ലാസ് ഹൗസിൻ്റെ ആരെങ്കിലും അവിടെ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് കോമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ ഇൻഷാ അല്ലാ അതുപോലെ ഫ്യൂച്ചറിൽ ചെയ്യാം. ഇപ്പോൾ സമയമില്ല, എന്നാലും ഫ്യൂച്ചറിൽ അത് പരിഗണിക്കുന്നതാണ് പറയുന്നവർക്ക്. ഓക്കെ, ഇന്നിപ്പോൾ ChatGPT ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഏതൊക്കെ ചോദിച്ചാൽ അവർ സജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പിക്ചറോട് ഇങ്ങനെ അയച്ചു തരും. പോട്ടെ, എന്നാലും ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇതാ അടിപൊളി വ്യൂ ആണ് ടെറസിൽ കയറിയ. പിന്നെ വേറൊരു കാര്യം, വോയിസ് ഓവർ ഇട്ടപ്പോൾ ആ കോഴി ഇതാ ഇന്നും തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വ്ളോഗിൽ വന്ന പോലെ. പോട്ടെ, ക്ഷമിച്ച് വിടാം, കോഴിയല്ലേ. അപ്പോൾ അതാ ബാത്റൂം ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് ബാത്റൂം. ബാത്റൂമിൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ നല്ല വെട്ടം അടിക്കുന്നുണ്ട്. അതിന് ചെറിയൊരു ബ്ലറായിട്ട് തോന്നുന്നത്. ഇത് അത്യാവശ്യം വലിയ ബാത്റൂമാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഹോം ടൂർ ഇഷ്ടമായോ ഇല്ലേന്നും കൂടെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിൽ വന്നിട്ടുണ്ട് ചായ ഇടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പോവും, ഡ്രൈവർ വരും. അപ്പോൾ നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഞാൻ വിചാരിച്ചത്, ഇപ്പം നാട്ടിൽ അതായത് ഖത്തറിൽ പോകുന്നതിന് മുന്നേ ഉള്ള ഒരു ലാസ്റ്റത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, നാട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. അതും തമിഴ്നാട് ഉള്ള ഡേ ഇൻ മൈ ലൈഫായി കറക്റ്റായിട്ട്. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്തുള്ള ഒരെണ്ണം ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കാണണം, ഈദ് വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഈ വ്ളോഗ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം ഒരു ചായ ഉമ്മാക്ക് ഷുഗർ ഇല്ലാണ്ട് എടുത്ത് വെച്ചു. പിന്നെ ബാക്കി നമുക്ക് ഷുഗറൊക്കെ ഇട്ട് ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എമ്രൂനെ ഇനിയിപ്പം റെഡിയാക്കണം, കൊണ്ടുപോയി. പിന്നെ ഞാനും ഇനിയിപ്പോൾ റെഡിയായി നേരെ വീട്ടിൽ പോകണമല്ലോ. അതിന് മുന്നേ വേറൊരു സ്ഥലത്തും കൂടെ പോകാണ്ട് ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് നേരെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഉമ്മ അവിടെ ഡിന്നറൊക്കെ ഉണ്ടാക്കി വെക്കാൻ തുടങ്ങി. ഞാൻ ചിക്കനൊക്കെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ മേടിച്ച് ഉമ്മ അവിടെ ചിക്കൻ കറിയും ഫ്രൈയും ഒക്കെ ഞാൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഉമ്മാരെ ഇനിയിപ്പം അവിടെ പോകുമ്പം കിട്ടൂലല്ലോ, ഉമ്മ ഇനിയിപ്പോൾ വരുന്നില്ല കൂടെ, നമ്മൾ മാത്രമാണ് പോകുന്നത്. അതുകൊണ്ട് ഉമ്മ ഡിന്നറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്തെത്തി. എമ്രു നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ സി യു ഓൺ നെക്സ്റ്റ് വ്ളോഗ്. ഇനി ഖത്തറിലെത്തിയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.